അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എത്രയോ വട്ടം ഞാൻ പറയുന്നു, കഥ വായിക്കുന്ന ആരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ശ്രീകുട്ടിക്ക് കൊടുത്തോ ബെഡ് കോഫി? അല്ലി കൊണ്ടുകൊടുത്ത കോഫി ഒരു കവൽ കുടിച്ച ശേഷം മുഖമുയർത്തി സൂരജ് ചോദിക്കുമ്പോൾ അല്ലി ചെറുതായി ഒന്ന് പരിഭ്രമിച്ചു പോയി. ഇല്ല, അല്ലി പതിയെ മറുപടി പറഞ്ഞു. അല്ലിയുടെ ആ മറുപടിയിൽ സൂരജിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് കുറുകി. അവൻ്റെ നോട്ടം കൂർത്തു. ശാന്തമായ ആ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് അല്ലിക്ക് പെട്ടെന്ന് മനസ്സിലായി. അതെന്താ ശ്രീകുട്ടിക്ക് കൊടുക്കാത്തത്? അവൻ്റെ സ്വരം കടുത്തതുപോലെ തോന്നി അല്ലിക്ക്. ഞാൻ തിരക്കിനിടയിൽ വിട്ടുപോയി. ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കാം. അല്ലി ഒന്ന് വിക്കി. സൂരജ് ഒന്നും മിണ്ടിയില്ല. അപ്പോഴും നോട്ടം അവളിൽ തന്നെയായിരുന്നു. സദാ ശാന്തത മാത്രം തങ്ങി നിൽക്കുന്ന ആ മുഖത്ത് തെളിഞ്ഞു വരുന്ന ഇത്തരത്തിലുള്ള ഭാവങ്ങൾ അല്ലിക്ക് പേടിയാണ്. അന്നേരമാണ് തൊട്ടിലിൽ കിടന്ന് 1 വയസ്സുള്ള സൂരജിൻ്റെയും അല്ലിയുടെയും കുഞ്ഞ് കരയുന്നത്. അല്ലിയുടെ ശ്രദ്ധ ഒരു നിമിഷം കുഞ്ഞിലേക്ക് നീണ്ടു. നിതാര എന്ന താരമോൾ, താരകം പോലെ ഒരു കുഞ്ഞ്. അല്ലി വേഗത്തിൽ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി തൊട്ടിലിനരികിലേക്ക് ചെന്നു. ഉണർന്നു കഴിഞ്ഞാൽ അപ്പോൾ പാൽ വേണം താരമോൾക്ക്. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും കുറുമ്പിപ്പെണ്ണ്. അല്ലി കൈ നീട്ടി മോളെ എടുക്കാൻ ആഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്നും സൂരജിൻ്റെ സ്വരം മുഴങ്ങി. ആദ്യം ശ്രീകുട്ടിക്ക് കോഫി കൊടുക്ക്. എഴുന്നേറ്റ ഉടനെ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം അവൾക്ക് തലവേദനയാണ്. സൂരജിൻ്റെ സ്വരം അപ്പോഴും ശാന്തമായിരുന്നു. അല്ല താരമോള്? അല്ലി ചുണ്ട് പിളർത്തി കരയുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. ആദ്യം ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നോക്ക്. സൂരജിൻ്റെ സ്വരം അല്പം ഉയർന്നോ? അല്ലിക്ക് സംശയമായി. ആ തോന്നലിൽ പോലും അല്ലി ഭയപ്പെട്ടു പോയി. ഒന്നും മിണ്ടാതെ തന്നെ നോക്കി കരയുന്ന കുഞ്ഞിനെ പലവട്ടം തിരിഞ്ഞു നോക്കിക്കൊണ്ട് അല്ലി അടുക്കളയിലേക്ക് നടന്നു. ഫ്രിഡ്ജ് തുറന്ന് ബാക്കിയുള്ള പാൽ സ്റ്റൗവിലേക്ക് വെച്ചു. അതൊന്ന് വേഗം തിളച്ച് കിട്ടാൻ അവൾ പ്രാർത്ഥിച്ചു പോയി. അപ്പോഴും മുറിയിൽ നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു കേൾക്കാമായിരുന്നു. സൂരജ് എടുത്താലൊന്നും അവളുടെ കരച്ചിൽ നിൽക്കില്ല എന്ന് നന്നായി അറിയാം അല്ലിക്ക്. ഒരിത്തിരി നേരം പാല് കുടിച്ച് തന്നോടൊന്ന് കളിച്ച് താൻ ഒന്ന് കൊഞ്ചിച്ചാലേ കുഞ്ഞിൻ്റെ ഉറക്കച്ചടവൊന്ന് മാറുകയുള്ളൂ. ഏട്ടത്തി, മോൾ കരയുന്നുണ്ടല്ലോ, ഏട്ടത്തി കേട്ടില്ലേ? ശ്രീവിദ്യ അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിരുന്നു. ഞാൻ കോഫി ഉണ്ടാക്കാൻ വന്നതാ. വേഗത്തിൽ കാപ്പിപ്പൊടിയും അല്പം പഞ്ചസാരയും ഇട്ട് ആ പാലൊന്ന് 2 തവണ ആറ്റിയെടുത്ത് അല്ലി ഒരു കപ്പിലേക്ക് ഒഴിച്ച് വിദ്യക്ക് നൽകി. ഇത് നല്ല കഥ. കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കരയിപ്പിച്ചിട്ടാണോ എനിക്ക് കാപ്പി ഉണ്ടാക്കി തരുന്നത്? ഏട്ടത്തി പോയി മോളെ എടുത്തുവാ. ശ്രീ ശാസനയോടെ പറയവേ അല്ലി മങ്ങിയൊരു ചിരി ചിരിച്ചുകൊണ്ട് കൈ രണ്ടും സാരിത്തലപ്പിൽ തുടച്ചുകൊണ്ട് അകത്തേക്ക് തന്നെ ചെന്നു. സൂരജ് അപ്പോഴേക്കും കുഞ്ഞിനെ കൊണ്ട് വശം കെട്ടുപോയി എന്ന് തോന്നുന്നു. അല്ലി വേഗം കുഞ്ഞിനെ വാങ്ങിയെടുത്തു. അപ്പോൾ തന്നെ കുഞ്ഞിന് അല്പം സമാധാനമായ പോലെ, കരച്ചിലിൻ്റെ ആക്കൊന്ന് കുറഞ്ഞ പോലെ. അല്ലി താൻ ഉടുത്തിരിക്കുന്ന സാരി ഒന്ന് മാറ്റി ബ്ലൗസിൻ്റെ 2-3 കൊളുത്തുകൾ നീക്കി കുഞ്ഞിന് പാല് കൊടുത്തു തുടങ്ങി. ശ്രീകുട്ടിക്ക് കോഫി കൊടുത്തോ? പുറകിൽ നിന്നിരുന്ന സൂരജ് പിന്നെയും അതേ ചോദ്യം ആവർത്തിച്ചു. കൊടുത്തു. അല്ലി പതിയെ മറുപടി പറഞ്ഞു. താൻ ചെയ്യുന്ന കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി ചെയ്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഒരു കാര്യം മറന്നപ്പോൾ തന്നെ എല്ലാം താളം തെറ്റിയില്ലേ? തനിക്ക് വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ഇവിടെ ചെയ്യാനുള്ളൂ? സൂരജ് എടുത്തു ചോദിച്ചു. ഇനി ശ്രദ്ധിച്ചോളാം, ആവർത്തിക്കില്ല, അല്ലി മറുപടി പറഞ്ഞു. കനത്തിലൊന്ന് മൂളി സൂരജ് തിരിഞ്ഞു നടന്നു. അന്നേരാണ് അല്ലിക്ക് ശ്വാസം നേരെ വീണതുപോലും. 2 വർഷം കഴിഞ്ഞു സൂരജിൻ്റെയും അല്ലിയുടെയും വിവാഹം കഴിഞ്ഞിട്ട്. അന്നു മുതൽ ഇന്ന് വരെ കണ്ടുമടഞ്ഞു സൂരജിൻ്റെയും ശ്രീകുട്ടിയുടെയും എല്ലാ കാര്യങ്ങളും അല്ലി തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത്. അവിടുത്തെ ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ആ ഏട്ടൻ്റെയും അനിയത്തിയുടെയും ഇഷ്ടത്തിനാണ്. ആ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളുടെ സ്ഥാനമടക്കം അവരുടെ ഇഷ്ടത്തിനാണ്. ആ വീട് അങ്ങനെ അടുക്കും ചിട്ടയുമായി കൊണ്ടു നടക്കുന്നത് പക്ഷേ അല്ലിയാണ്. എന്നിട്ടും സ്വന്തം ഇഷ്ടത്തിന് ഒരു കസേര മാറ്റിവെക്കാൻ പോലുള്ള അവകാശം അല്ലിക്കൊട്ടും അവിടെ ഇല്ലതാനും. ഈ 2 വർഷങ്ങൾക്കിപ്പുറം അല്ലി തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മറന്നു തുടങ്ങിയിരിക്കുന്നു. ഉറക്കെ ചിരിക്കാൻ മറന്നുപോയിരിക്കുന്നു, ഉറക്കെ കരയാൻ മറന്നുപോയിരിക്കുന്നു. അല്ലി സൂരജിനെ പറ്റി ഓർത്തു. അദ്ദേഹം ഇതുവരെ തന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ, പകരം ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നേ വരെ തന്നെ തരം താഴ്ത്തി സംസാരിച്ചിട്ടില്ല, പകരം ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നേ വരെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല, പകരം ഉപദേശിക്കാറാണ് പതിവ്. അല്ലി ഓരോന്ന് മനസ്സിൽ കൂട്ടിയും കിഴിച്ചും ചിന്തിച്ചു. ഒടുവിൽ സൂരജ് ഒരു നല്ല മനുഷ്യനാണെന്ന ഉത്തരത്തിനടിയിൽ അല്ലി എന്നത്തെയും പോലെ പച്ചമഷി കൊണ്ട് അടിവരയിട്ടു.
അന്നേരവും സൂരജിൻ്റെ ആ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഉപദേശങ്ങൾക്ക് കടാരയുടെ മൂർച്ചയുണ്ടായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞില്ല. താൻ പത്രം കൊണ്ടുവച്ചല്ലോ അല്ലേ? ബാത്റൂമിൽ നിന്ന് സൂരജിൻ്റെ സ്വരം കേൾക്കെയാണ് അല്ലി ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അപ്പോഴേക്കും കുഞ്ഞ് പാല് കുടിച്ച് തീർത്തിട്ട് പിന്നെയും ചെറുതായി ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരുപാട് വൈകിയാണ് കുഞ്ഞുറക്കിയത്. ഉറക്കം മതിയായി കാണില്ല, അല്ലി ഓർത്തു. കുഞ്ഞിനെ തിരികെ തൊട്ടിലേക്ക് തന്നെ കിടത്തിക്കൊണ്ട് അല്ലി ഉമ്മറത്തെ ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഗേറ്റിനിടയിലേക്ക് തിരികെ വെച്ച പത്രം കയ്യിലെടുത്ത് തിരികെ നടക്കാൻ നേരമാണ് അപ്പുറത്ത് നിന്ന് ഒരു വിളി വരുന്നത്. അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയാണ് അനു. വായിൽ ഒരു ബ്രഷും കടിച്ചു പിടിച്ച് നിൽപ്പാണ് അനു. അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞോ? വായിൽ നുരഞ്ഞു പൊന്തിയ പേസ്റ്റ് പുറത്തേക്ക് തുപ്പിക്കൊണ്ട് അനു പതിയെ ചോദിച്ചു. ഏകദേശം, അല്ലി ചിരിയോടെ മറുപടി പറഞ്ഞു. അവിടെയോ? അല്ലി അവളോടും മറുചോദ്യം ചോദിച്ചു. അമ്മ ഉണ്ടാക്കി കാണണം. ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാരി തിന്ന് ജോലിക്ക് പോകണം, അനു ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് അനുവിൻ്റെ അമ്മയുടെ സ്വരം കേൾക്കാമായിരുന്നു. അല്ലിക്കും അനുവിനുമെല്ലാം ഏകദേശം ഒരേ പ്രായമായിരിക്കും. ശ്രീകുട്ടിക്ക് അല്ലിയേക്കാൾ 1-2 വയസ്സ് കൂടും. എങ്കിലും ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ട് ശ്രീകുട്ടി ഇന്നേ വരെ അവളെ ചേർത്ത് പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഏട്ടത്തി എന്ന് തന്നെ വിളിക്കാറുള്ളൂ. 2 ആഴ്ച മുമ്പേ പെയ്ത ശക്തമായ മഴയിൽ സൂരജിൻ്റെ വീടിൻ്റെ ചുറ്റുമതിലിനൊരു വശം ചെറുതായി ഒന്ന് പൊളിഞ്ഞു വീണിരുന്നു. അതിനുശേഷമാണ് അനുവും അല്ലിയും കൂടെ ഈ സൗഹൃദ സംഭാഷണത്തിന് തുടക്കം കുറിച്ചത് പോലും. അതുവരെ ഇടയ്ക്ക് പുറത്ത് പോകുമ്പോഴോ മറ്റോ എപ്പോഴെങ്കിലും അനുവിനെ കണ്ടാൽ ചിരിക്കും, അത്രമാത്രം. അനുവിനോട് എന്തോ 1-2 വർത്തമാനം കൂടെ പറഞ്ഞിട്ടാണ് അല്ലി ആ പത്രവുമായി തിരികെ കയറി വന്നത്. ചിരിയോടെ കയറി വന്ന അല്ലിയുടെ മുഖം സൂരജിനെ കണ്ടപ്പോൾ ഒന്ന് വാടി. അവൾ വെപ്രാളത്തോടെ കയ്യിലിരുന്ന പത്രം സൂരജിന് നേരെ നീട്ടുമ്പോൾ അല്ലിക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഒരു കൂർത്ത നോട്ടം തിരികെ കിട്ടി. സൂരജ് ഒന്നും മിണ്ടാതെ ആ പത്രം നിവർത്തി ഉമ്മറത്തേക്കിരുന്നു. ആരോടായിരുന്നു സംസാരം? ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അവൻ അല്ലിയെ നോക്കാതെ തന്നെ ചോദിച്ചു. അത് അനു. എന്നെ പുറത്ത് കണ്ടപ്പോൾ വെറുതെ വിശേഷം ചോദിച്ചതാ, അല്ലി മറുപടി പറഞ്ഞു. സൂരജ് തിരിച്ചൊന്നും മിണ്ടിയില്ല, ഒന്ന് മൂളുക പോലും ചെയ്തില്ല. അല്ലി കുറച്ച് നിമിഷം കൂടെ അവിടെ നിന്ന് താളം ചവിട്ടി. സൂരജിൻ്റെ ശ്രദ്ധ പൂർണ്ണമായും പത്രത്തിലാണെന്ന് കാണേ അല്ലി പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ അകത്തേക്ക് തന്നെ പോന്നു. വിശക്കുന്നുണ്ട് ഏട്ടത്തി, ബ്രേക്ക്ഫാസ്റ്റ് ആയോ? ശ്രീകുട്ടി അപ്പോഴേക്കും ടേബിളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാ, ഇപ്പോൾ കൊണ്ടുവരാവേ. അല്ലി വേഗം അടുക്കളയിലേക്ക് തന്നെ വന്നു. പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് അല്ലി. അന്നേരം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചഭക്ഷണവും എല്ലാം ഉണ്ടാക്കി വെക്കും. പിന്നെ ഓരോരുത്തർ എഴുന്നേറ്റ് വരുന്നതിനനുസരിച്ചാണ് ചൂടോടെ കോഫി ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അല്ലി ഫുഡെല്ലാം ഒന്നുകൂടെ ചൂടാക്കിയെടുത്ത് ഹാളിലേക്ക് വന്നപ്പോഴേക്കും സൂരജും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞിരുന്നു. അവനും കൂടെ ഒരു ചെയർ വലിച്ചിട്ടിരുന്നതും അല്ലി അവനും കൂടെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് അവന് തൊട്ടരികിലിരുന്നു. സൂരജ് പാത്രം തുറന്നുകൊണ്ട് അതിൽ നിന്നും 1-2 ഇഡലി എടുത്ത് ശ്രീകുട്ടിക്ക് ഇട്ടുകൊടുത്തു. ഒപ്പം തൻ്റെ പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അല്ലിയുടെ അരികിലേക്ക് അതങ്ങ് നീക്കി വെച്ച് കൊടുത്തു. അല്ലിയും 2 അതിൽ നിന്നെടുത്ത് സ്വന്തം പ്ലേറ്റിലേക്ക് ഇട്ടു. സൂരജും ശ്രീയും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അവർ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുമുണ്ട്. അവർക്കിടയിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് അല്ലി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇരുവരും അത് കേട്ടതായി പോലും നടിക്കില്ല. അല്ലിയുടെ ചോദ്യങ്ങളെ അല്ലെങ്കിൽ അവളുടെ അഭിപ്രായങ്ങളെ പാടെ അവഗണിച്ച് കളയും ഇരുവരും. 2 ഇഡലി കഴിച്ചപ്പോൾ ഒന്നുകൂടെ കഴിക്കാമെന്ന് തോന്നി അല്ലിക്ക്. വയറങ്ങ് നിറഞ്ഞില്ല. മൂള് പുലരും വരെ കിടന്ന് പാല് കുടിക്കുന്നത് കൊണ്ട് വിശപ്പ് ഇത്തിരി കൂടുതലാണ്. 1 കൂടെ എടുക്കാൻ അല്ലി കൈ ആഞ്ഞപ്പോൾ സൂരജ് അവളുടെ അരികിലിരിക്കുന്ന ആ പാത്രം വലിച്ച് അല്പം നീക്കി വെച്ചിരുന്നു. യു ആർ ഗെറ്റിംഗ് ഫാറ്റ്, സൂരജ് പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. അല്ലി ആ പാത്രത്തിലേക്ക് നീണ്ട തൻ്റെ കൈ പതിയെ പിൻവലിച്ച് കളഞ്ഞു. സൂരജ് അപ്പോഴും തൻ്റെ പാത്രത്തിലാണ് ശ്രദ്ധ ഉയർന്നിരിക്കുന്നത്. അല്ലി ഒരു വിളറിയ ചിരിയോടെ ശ്രീയെ ഒന്ന് നോക്കി. ശ്രീയുടെ മുഖവും മങ്ങിയിട്ടുണ്ട്. അവൾ സൂരജ് നീക്കി വെച്ച പാത്രം വലിച്ചെടുത്തു. കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ഊന്നിയിരിക്കുന്ന സൂരജ് ഇടങ്കണ്ണിലൂടെ അത് കാണുകയും ചെയ്തു. പക്ഷേ അവനൊന്നും പ്രതികരിച്ചില്ല. ശ്രീ 1 കൂടെ അല്ലിക്ക് ഇട്ടുകൊടുത്തു. കഴിക്കേട്ടത്തി, അവൾ നിർബന്ധിച്ചു. അല്ലിക്ക് ആ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കാൻ തോന്നി. പക്ഷെ അത് മറ്റുള്ളവർക്ക് തൻ്റെ അഹങ്കാരമായി തോന്നിയാലോ എന്ന് അവൾ ഭയപ്പെട്ടു. ഏട്ടത്തി കഴിക്ക്, കുഞ്ഞിന് പാല് കൊടുക്കുന്നതല്ലേ, വിശക്കും. ശ്രീ പിന്നെയും നിർബന്ധിച്ചപ്പോൾ അല്ലി വേറെ വഴിയൊന്നുമില്ലാതെ അത് കഴിച്ചു തുടങ്ങി. നാളെ ഒരു കാലത്ത് ചിലപ്പോൾ താരമോള് തന്നെ അമ്മ തടിച്ചാണെന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ,
അതൊഴിവാക്കാനാ ഏട്ട ഇപ്പോഴേ ഏട്ടത്തി ഒന്ന് കൺട്രോൾ ചെയ്തു തുടങ്ങിയത് അല്ലേ ഏട്ടാ? എന്തോ തമാശ പറയും മട്ടിൽ ചിരിച്ചുകൊണ്ട് ശ്രീകുട്ടി അത് പറയവേ എന്തുകൊണ്ടോ അല്ലിയുടെ വായിലിരുന്ന രുചികരമായ ഭക്ഷണം അവൾക്ക് കഴിച്ചു തുടങ്ങിയിരുന്നു. എടോ, ഷർട്ട് എവിടെ? മുറിയിൽ നിന്നും സൂരജിൻ്റെ സ്വരം മുഴങ്ങിക്കേട്ടു. അന്നേരം അല്ലി കുഞ്ഞിനെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു. കൂടെ ശ്രീയും ഇരിപ്പുണ്ട്. ശ്രീ കുഞ്ഞിനെ ഒന്ന് നോക്കണേ, ഞാൻ ഇപ്പോൾ വരാം കേട്ടോ പറഞ്ഞുകൊണ്ട് അല്ലി വേഗത്തിൽ മുറിയിലേക്ക് ഓടി. ശ്രീകുട്ടി ആ ഓട്ടം കണ്ട് താടിയിൽ കൈയൂന്നി ഇരുന്നു പോയി. നിന്റെ അമ്മക്ക് എപ്പോഴും വെപ്രാളാണല്ലോ കുഞ്ഞിപ്പെണ്ണെ, ശ്രീ കുഞ്ഞിനോടെന്ന പോലെ ചിരിയോടെ പറഞ്ഞു. സൂരജ് എന്ന തൻ്റെ ഏട്ടൻ ഒന്ന് ശബ്ദം എടുത്ത് സംസാരിക്കുന്നത് പോലും ശ്രീ കണ്ടിട്ടില്ല. ആരെയും വഴക്ക് പറയാറില്ല, ഉപദ്രവിക്കാറില്ല. പിന്നെ എന്തിനാണ് ഏട്ടത്തിക്ക് ആളോട് ഇത്ര ഭയം എന്നാണ് അവൾ ചിന്തിച്ചത്. അല്ലി വരുമ്പോൾ സൂരജ് ലാപ്ടോപ്പിൽ എന്തോ ചെക്ക് ചെയ്യുകയാണ്. ക്യാൻ യു പ്ലീസ് ഗെറ്റ് മൈ ഷർട്ട്? വളരെ ശാന്തമായി ലാപ്ടോപ്പിൽ നിന്ന് മുഖം ഉയർത്താതെ അവൻ ചോദിച്ചു. അല്ലു മറുപടി ഒന്നും പറയാതെ അലക്കി തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ടുകളിൽ നിന്ന് 2 എടുത്തു. 2 അവൻ്റെ തൊട്ടരികിൽ വെച്ചു. സൂരജ് പതിയെ ചെരിഞ്ഞ് ആ ഷർട്ടുകളിലേക്കൊന്ന് നോക്കി. ഒപ്പം ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് ഒരു വശത്തേക്ക് മാറ്റിവെച്ചു. പിന്നെ നേരെ വാർഡ്രോബിൽ നിന്ന് മറ്റൊരു ഷർട്ട് എടുത്തു. അതൊന്ന് തിരിച്ചും മറിച്ചും നോക്കിയെടുത്തിട്ടു. അപ്പോഴേക്കും അല്ലി ഷൂ കൊടുന്നിട്ട് കൊടുത്തിരുന്നു. സൂരജ് അവൻ്റെ കട്ടിയുള്ള മുടി ഒന്ന് ചീകി ഒതുക്കി. ഒപ്പം ഒരു വാച്ച് എടുത്ത് കെട്ടി. എന്നിട്ട് ആ കട്ടിലേക്ക് ഇരുന്ന് ഷൂ കൂടെ എടുത്തിട്ടു. ഒപ്പം അല്ലി കൊണ്ടുവച്ച ഷർട്ടിൽ ഒരെണ്ണം കയ്യിലെടുത്ത് ചുരുട്ടിപ്പിടിച്ച് ആ ഷൂവിൻ്റെ മുകളിലൂടെ ഒന്ന് തുടച്ചു. അല്ലി ഒരു ദീർഘനിശ്വാസം ഇട്ടു. അവൻ ഇട്ട ഷൂസിൽ പൊടിയോ അഴുക്കോ ഒന്നും പറ്റിയിട്ടില്ല എന്ന് അല്ലിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും സൂരജ് ഇപ്പോൾ ചെയ്ത പ്രവൃത്തി ചെയ്യുമെന്ന് അവൾ ഒരു 10 നിമിഷം മുന്നേ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. സൂരജ് ഇതിനു മുമ്പും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നതിന് അല്ലിക്കൊരു ഉത്തരമില്ല. പക്ഷെ ഇതേപോലെ താൻ എന്തെങ്കിലും മറന്നുപോയാലോ, സ്ഥിരം താൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ സൂരജ് സ്വയം പറഞ്ഞ് തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വന്നാലോ ആണ് അവൻ ഈ പ്രവൃത്തി ചെയ്യാറുള്ളത്. ഇപ്പോൾ തന്നെ ആ ഷർട്ട് സൂരജ് പറഞ്ഞിട്ടാണല്ലോ താൻ എടുത്തു കൊടുത്തത്. അതങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. സൂരജ് പറയും മുമ്പേ താൻ അത് ചെയ്തു കൊടുക്കണമായിരുന്നു. അവിടെയാണ് അവൻ്റെ സംതൃപ്തി. അല്ലിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്, പലതും മനസ്സിലാവാതെ പോകുന്നുമുണ്ട്. ഇറ്റ്സ് ഡേർട്ടി നൗ, ജസ്റ്റ് ത്രോ ഇറ്റ് അവേ, ഡോണ്ട് വാണ്ട് ദിസ് എനിമോർ. സൂരജ് കയ്യിലിരിക്കുന്ന ഷർട്ട് അവളുടെ ദേഹത്തേക്ക് ഇട്ടു. ആ ഷർട്ട് വന്ന് മുഖത്ത് വീണ പാടെ അവളുടെ തലച്ചോറ് ഉണർന്നു. പട്ടിയുടെ വിലയാ അവൻ നിനക്ക് തരുന്നത് എന്ന് അല്ലിയുടെ തലച്ചോർ അവളെ കുറ്റപ്പെടുത്തി കളഞ്ഞു. എന്നിട്ടും അല്ലി ഒന്നും മിണ്ടിയില്ല. മൗനം പാലിച്ച് തന്നെ നിന്നു കളഞ്ഞു അല്ലി. അന്ന് അല്ലിയുടെ തറവാട്ടിലേക്ക് പോകാൻ കാറിൽ കയറുമ്പോഴും അല്ലിയുടെ ഉള്ളിൽ ഒരു തരം ശൂന്യതയായിരുന്നു. പതിവ് പോലെ മുൻസീറ്റിലെ ഡോർ തുറന്ന് ശ്രീകുട്ടിയാണ് ഇരുന്നത്. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ 1-2 തവണ മുൻസീറ്റിൽ കയറിയിരിക്കാൻ അല്ലി ശ്രമിച്ചിരുന്നു. അന്ന് വളരെ സൗമ്യമായി എന്നാൽ വ്യക്തമായ അധികാരത്തോടെ സൂരജ് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ ചെവിയിലുണ്ട്. അല്ലി, ശ്രീക്ക് കാറിൻ്റെ മുൻസീറ്റിൽ ഇരുന്നില്ലെങ്കിൽ മനം പുരട്ടും. താൻ പുറകിൽ മോളയും പിടിച്ചിരിക്കുക, അതാണ് സൗകര്യം. അന്ന് തുടങ്ങിയതാണ് ആ ശീലം. ഇന്ന് ആ സീറ്റ് തൻ്റെ അവകാശമേ അല്ലെന്ന രീതിയിൽ അവൾ പുറകിലെ സീറ്റിലേക്ക് ഒതുങ്ങിക്കൂടി. വഴിയിൽ വെച്ച് തറവാട്ടിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ എടുക്കാൻ സൂരജ് വണ്ടി നിർത്തി. പോകുന്ന വഴിയിൽ സൂരജ് വീട്ടിലേക്ക് എന്തൊക്കെയോ പലഹാരങ്ങൾ വാങ്ങി. ശ്രീകുട്ടിയും സൂരജിനൊപ്പം പോയി. കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങണ്ട, കാറിലിരുന്നോ എന്നായിരുന്നു അല്ലിക്ക് കിട്ടിയ നിർദ്ദേശം. തനിക്കിഷ്ടമുള്ള ഒരു പലഹാരം പോലും സ്വന്തം വീട്ടിലേക്ക് വാങ്ങാൻ അവൾക്ക് അനുവാദമില്ല. തൻ്റെ അഭിരുചികൾ അത്രയും തരം താണതാണെന്നാണ് അവൻ വീണ്ടും വീണ്ടും ഓരോ സന്ദർഭത്തിലും അവളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു, തൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് താൻ തിരഞ്ഞെടുത്താൽ പോലും അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞു കളയും സൂരജ്. അല്ലി, നിന്റെ സെലക്ഷൻ ഇപ്പോഴും പക്വതയില്ലാത്തതാണ്. കുട്ടിയെ കണ്ട് ആളുകൾ ചിരിക്കാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഞാൻ തന്നെ എടുത്തോളാം. സ്വന്തം കുഞ്ഞിനൊരു ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ലെന്ന് അവൻ നിമിഷ നേരം കൊണ്ട് സ്ഥാപിച്ചെടുക്കും. ശ്രീകുട്ടിക്ക് പീരിയഡ്സ് വന്ന് വയറുവേദന എടുക്കുമ്പോൾ സൂരജിന് 1000 നാവും 1000 കൈകളുമാണ്. അവൾക്ക് കുടിക്കാൻ ചൂടുവെള്ളം തിളപ്പിച്ചു കൊടുക്കും. അവളുടെ തലയിൽ തലോടി അടുത്തിരിക്കും. ഒരു ജോലിയും ചെയ്യിക്കാതെ വിശ്രമിക്കാൻ പറയും. എന്നാൽ അതേ ആർത്തവ വേദന വന്ന് അല്ലി തളർന്നു വീഴുമ്പോൾ അവൻ്റെ മറുപടി തണുപ്പം മട്ടിലായിരിക്കും. അല്ലി, പീരിയഡ്സ് എന്നത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ളതല്ലേ. വെറുതെ കിടന്ന് നാടകം കളിക്കാതെ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ചെയ്യാനുള്ള ജോലികൾ അങ്ങനെ തന്നെ കിടക്കുകയല്ലേ. ഒരു ഏട്ടനായി ശ്രീകുട്ടിയോട് കാണിക്കുന്ന ആ അമിത സ്നേഹവും കരുതലും കാണുമ്പോൾ അല്ലിക്ക് താൻ ആ വീട്ടിൽ വെറും ഒരു വേലക്കാരി മാത്രമാണെന്ന തോന്നൽ ശക്തമായി തുടങ്ങി. അല്ലിയുടെ വീട്ടുകാർക്കും സൂരജിനെയും ശ്രീയെയും ജീവനാണ്. മണ്ടത്തരം ഒന്നും കാണിക്കാതെ
സൂരജിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് ജീവിക്കാനാണ് അമ്മ എപ്പോഴും ഉപദേശിക്കുക. ജീവിതം വീണ്ടും പാഞ്ഞുകൊണ്ടിരുന്നു. ഇതിനിടക്ക് അല്ലിയും അനാമികയും നല്ല സുഹൃത്തുക്കളായി. അനാമിക തന്നെയാണ് നിർബന്ധിച്ച് അല്ലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത്. ഇപ്പോൾ രാവിലെയോ വൈകുന്നേരമോ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിളിച്ച് ചോദിക്കും, ഇന്ന് കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു നാൾ വൈകുന്നേരം വീട്ടിലെ ചെറിയൊരു ഒഴിവ് സമയത്താണ് അല്ലി വീട്ടിലെ കാര്യങ്ങളും തൻ്റെ മനസ്സിലെ ചിന്തകളുമെല്ലാം അനുവിനോട് സംസാരിക്കുന്നത്. മനസ്സ് തുറക്കാൻ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസമായിരുന്നു അനു. അനാമിക കേട്ട കാര്യങ്ങളിൽ നിന്ന് സൂരജിനെ നന്നായി വിലയിരുത്തി കഴിഞ്ഞിരുന്നു. സൂരജ് ഈ കാണിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് നിന്നെ ഇഞ്ചിഞ്ചായി അടിച്ചമർത്തി വെക്കലാണെന്ന് അനു അവളെ ബോധ്യപ്പെടുത്തി. അനു പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അല്ലിക്കും തോന്നി തുടങ്ങി. പിന്നീട് സംസാരത്തിനിടയിൽ അല്ലി താൻ രഹസ്യമായി എഴുതിവെച്ച കവിതകൾ അടങ്ങിയ ഡയറി അനുവിന് നേരെ നീട്ടി. അനു കവിതകളിലൂടെ കണ്ണോടിക്കും തോറും അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. അത്രയും മനോഹരമായ കവിതകളായിരുന്നു അവ. അല്ലി, ഇത് ഇത് നീ എഴുതിയാണോ? എത്ര മനോഹരമായിട്ടുണ്ട്! അനു ആശ്ചര്യത്തോടെ പറഞ്ഞു. അല്ലി ഒരു മങ്ങിയ ചിരിയോടെ തല താഴ്ത്തി. സൂര്യചേട്ടൻ ഈ ഡയറി കണ്ടിരുന്നു അനു. വായിച്ചു നോക്കിയിട്ട് പുള്ളി പറഞ്ഞത് ഇതൊക്കെ തികച്ചും ബാലിശായ കുട്ടിക്കളിയായ വരികൾ മാത്രമാണെന്നാ. എനിക്ക് എഴുതാനൊന്നും ഒരു കഴിവുമില്ലത്രേ. അതുകൊണ്ട് ഇനി സമയം കളഞ്ഞ് ഇതൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞു. അതുവരെ ശാന്തമായിരുന്ന അനുവിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവൾ അല്ലിയുടെ കൈകളിൽ പിടിച്ച് തീവ്രമായി കൊണ്ട് പറഞ്ഞു, അല്ലി, നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്? നിന്റെ സൂര്യചേട്ടൻ ഒരു ഒന്നാന്തരം നാർസിസിസ്റ്റാണ്. അതിന് ഇതിലും വലിയൊരു തെളിവ് ഇനി നിനക്ക് വേണോ? അല്ലി ഞെട്ടലോടെ അനുവിനെ നോക്കി. അതേ അല്ലി, അനു തുടർന്നു. അത്രയും മനോഹരമായ നിന്റെ കവിതകളെ പോലും അത് നീ എഴുതിയതാണ് എന്നൊറ്റ കാരണത്താൽ നിസ്സാരവൽക്കരിച്ച് തല്ലിക്കെടുത്താനാണ് അയാൾ നോക്കുന്നത്. നിന്റെ ആത്മാഭിമാനത്തെയും നിന്റെ കഴിവുകളെയും അയാൾ നിന്നെക്കൊണ്ട് തന്നെ ഇല്ലാതാക്കുകയാണ്. നിന്നിൽ യാതൊരു ആത്മവിശ്വാസവും ശേഷിക്കരുത്. നീ എന്നെന്നും അയാളുടെ ഒരു തണലിൽ അല്ലെങ്കിൽ അടിയാളായി മാത്രം കഴിയണം. അതാണ് അയാളുടെ ലക്ഷ്യം. വഴക്കു പറയാതെ ഉപദേശത്തിൻ്റെ രൂപത്തിൽ അയാൾ നിന്നെ വിഷം നൽകി കൊല്ലുകയാണ്. അനുവിൻ്റെ ഓരോ വാക്കുകളും അല്ലിയുടെ ഉള്ളിലേക്ക് ആണിയടിച്ച് കയറുന്നത് പോലെ തറഞ്ഞു വന്നു. ശരിയാണ്, ഉപദേശങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് സൂരജ് നൽകിയതെല്ലാം അവളുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്ന ആയുധങ്ങളായിരുന്നു. മനസ്സിൽ ഇത്രയും നാൾ അടക്കി വെച്ചിരുന്ന ഭയവും സ്നേഹവും അലിഞ്ഞുപോയി. പകരം സൂരജ് എന്ന മനുഷ്യനോട് അറപ്പും അങ്ങേയറ്റത്തെ മടുപ്പും മാത്രം അല്ലിയുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങി. അനുവിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശത്തിൽ അല്ലി താൻ രഹസ്യമായി കുറിച്ചുവെച്ച കവിതകളും 2 ചെറിയ നോവലുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് പ്രസിദ്ധീകരിച്ചു തുടങ്ങി. സ്വപ്നം എന്ന തൂലികാ നാമത്തിലായിരുന്നു അവ വെളിച്ചം കണ്ടത്. ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ ആ എഴുത്തുകാർ സോഷ്യൽ മീഡിയയിലും വായനക്കാർക്കിടയിലും വലിയ തരംഗമായി മാറി. നിരൂപകരിൽ നിന്നും സാധാരണ വായനക്കാരിൽ നിന്നും അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. താൻ സൃഷ്ടിച്ച അക്ഷരങ്ങൾക്ക് ആളുകൾ നൽകുന്ന അംഗീകാരം കണ്ടപ്പോൾ അല്ലിയുടെ ഉള്ളിൽ വർഷങ്ങളായി തല്ലിക്കെടുത്തിയിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി തിരികെ എത്തി. സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനവും ആ എഴുത്തിലൂടെ അവൾക്ക് ലഭിച്ചു തുടങ്ങി. എന്നാൽ ഈ വിവരങ്ങൾ സൂരജ് അറിയുന്നത് വളരെ വൈകിയാണ്. ഒരു ദിവസം ആകസ്മികമായി അല്ലിയുടെ ഫോണിൽ വന്ന മെസ്സേജിലൂടെയും പുസ്തകത്തിൻ്റെ റോയാലിറ്റി വിവരങ്ങളിലൂടെയുമാണ് സൂരജ് ആ കാര്യം മനസ്സിലാക്കുന്നത്. അവൻ ഭ്രാന്തമായ ദേഷ്യത്തോടെ അല്ലിയുടെ അടുത്തേക്ക് വന്നു. താൻ എന്നോട് ചോദിക്കാതെയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? തനിക്കിപ്പോൾ എന്നേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലേ? കുടുംബവും കുട്ടിയും നോക്കുന്നതിനേക്കാൾ വലുതാണോ തനിക്ക് ഈ എഴുത്ത്? ശാന്തതയുടെ മുഖംമൂടി മാറ്റിവെച്ച് അവൻ അവളെ കഠിനമായി ശാസിച്ചു. പണ്ടത്തെ പോലെ പേടിച്ചു വിറക്കുന്നതിന് പകരം അല്ലി തികഞ്ഞ മൗനത്തോടെ അവനെ നോക്കി നിന്നു. അല്ലിയുടെ ആ മൗനം ഒരു പരാജയമായിരുന്നില്ല, പകരം അവനോടുള്ള പൂർണ്ണമായ അവഗണനയുടേതായിരുന്നു. അവൾ ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അല്ലിയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായി. വീട്ടിലെ ജോലികൾ മുൻപത്തെ പോലെ സൂരജിൻ്റെ സംതൃപ്തിക്കായി കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്ന രീതി അവൾ അങ്ങ് അവസാനിപ്പിച്ചു. സ്വന്തം സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് മാത്രം അവൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ചായ തിളച്ചിട്ടില്ല ഇതുവരെ. താൻ ഇതെന്തെടുക്കുക അല്ലി? ജോലികളൊന്നും ഇത്രയും താളം തെറ്റി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, ഇതിനേക്കാൾ കൃത്യമായി വേണമെങ്കിൽ തനിക്ക് തന്നെ ചെയ്യാമല്ലോ സൂരജ്. എനിക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. സൂരജ് ആ പറച്ചിലിൽ ഞെട്ടിപ്പോയി. എന്നും തൻ്റെ ഉപദേശങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിന്ന പെണ്ണാണ് ഇത്രയും ധൈര്യത്തോടെ തിരിച്ചു ചോദിക്കുന്നത്. അവൻ നിശബ്ദനായി പോവുകയായിരുന്നു പലപ്പോഴും. മാറ്റങ്ങൾ അവിടെയും തീർന്നില്ല.
ഒരു ദിവസം വൈകുന്നേരം പുറത്തു പോവാൻ നേരം താരമോൾക്ക് അല്ലി എടുത്തു വെച്ചിരുന്ന ഉടുപ്പ് മാറ്റി സൂരജ് വേറൊരു ഡ്രസ്സ് കയ്യിലെടുത്തു. ഏട്ടത്തി, ഈ ഡ്രസ്സ് മോൾക്ക് ചേരില്ല. ഏട്ടൻ എടുത്തത് ഇടാം. സൂരജ് അത് മോളെ ധരിപ്പിക്കാൻ ആഞ്ഞതും അല്ലി വേഗത്തിൽ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. എൻ്റെ കുഞ്ഞിനെ എന്തിടണമെന്ന് തീരുമാനിക്കാൻ അവളുടെ അമ്മയായി എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ഇനി ആരുടെയും ഉപദേശം എനിക്ക് ആവശ്യമില്ല. സൂരജിൻ്റെയും ശ്രീകുട്ടിയുടെയും സാന്നിധ്യത്തിൽ അല്ലി മുഴക്കിയ ഉറച്ച ശബ്ദം സൂരജിന് കനത്തൊരു പ്രഹരമായിരുന്നു. എന്നും ശാന്തമായ വാക്കുകളാൽ ഭരിച്ചിരുന്ന അവൻ്റെ ആധിപത്യത്തിൻ്റെ കോട്ടകളാണ് അവിടെ തകർന്നു വീണത്. ഏട്ടത്തി, ഏട്ടൻ നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ശ്രീകുട്ടി അവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിൽ ഇടപെടണ്ട എന്ന് അല്ലി അവളോട് തീർത്തും പറഞ്ഞു. ശ്രീകുട്ടിയുടെ മുഖം വിളറിപ്പോയി. തനിക്കിപ്പോൾ കുറച്ചധികം അഹങ്കാരം വന്നിട്ടുണ്ട് അല്ലി. 4 പേർ നിന്റെ കവിതകൾ കണ്ട് പുകഴ്ത്തിയത് കൊണ്ടാണോ? അതോ പ്രസവം കഴിഞ്ഞ് ശരീരം തടിച്ച് ഒരു രൂപവും ഇല്ലാതായ നിനക്കിനി ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ വയ്യ എന്നായോ? താൻ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ. തനിക്കിപ്പോഴും ഒന്നും അറിയില്ല, ഒന്നും. അവൻ്റെ സ്വരത്തിൽ വിഷം കലർന്നിരുന്നു. ഇത്തവണ അല്ലിയുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അവൾ അവൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് ആ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിങ്ങളുടെ ഈ മാന്യമായ ഉപദേശങ്ങളുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വാർത്ഥതയും ഭീരുത്വവും എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് സൂരജ്. അല്ലി വളരെ ശാന്തമായി എന്നാൽ വ്യക്തമായി പറഞ്ഞു. എന്നെ മാനസികമായി തളർത്തി എൻ്റെ ആത്മാഭിമാനം നശിപ്പിച്ച് നിങ്ങളുടെ ഒരു അടിയാളാക്കി നിർത്താനായിരുന്നു ഇതുവരെ നിങ്ങൾ ശ്രമിച്ചത്. സ്വന്തമായി ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു നാർസിസ്റ്റാണ് നിങ്ങളെന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം. തൻ്റെ ഉള്ളിലെ യഥാർത്ഥ മുഖം അല്ലി കൃത്യമായി തിരിച്ചറിഞ്ഞു എന്ന സത്യം സൂരജിനെ തകർത്ത് കളഞ്ഞു. എന്നും ശാന്തത നടിച്ചിരുന്ന അവൻ്റെ നിയന്ത്രണം പൂർണ്ണമായും വിട്ടുപോയി. അവൻ നിസ്സഹായനായി വാക്കുകളില്ലാതെ വിറച്ചു നിന്നു. താൻ എത്ര മാറിയാലും സൂരജ് എന്ന മനുഷ്യൻ മാറാൻ പോകുന്നില്ലെന്നും തൻ്റെയും മകളുടെയും ഭാവി ഈ അന്തരീക്ഷത്തിൽ സുരക്ഷിതമല്ലെന്നും അല്ലി പൂർണ്ണമായും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. സ്വന്തമായി എഴുത്തിലൂടെ ജീവിക്കാനുള്ള വരുമാനവും ആത്മാഭിമാനവും അവൾ നേടിയെടുത്തിരുന്നു. പിറ്റേന്ന് രാവിലെ സൂരജ് ഉണർന്നു വരുമ്പോഴേക്കും ഉമ്മറത്ത് അല്ലിയും കൈകളിൽ താരമോളും ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗും കയ്യിലുണ്ടായിരുന്നു. സൂരജ് അമ്പരപ്പോടെ അവളെ നോക്കി. അവൾ അവനോട് വഴക്കിടാനോ കരഞ്ഞു ബഹളമുണ്ടാക്കാനോ പോയില്ല. പകരം കയ്യിലിരിക്കുന്ന ഒരു മാഗസിൻ എടുത്ത് ടീപ്പോയ്ക്ക് മുകളിലേക്ക് വെച്ചു. അവളുടെ കവിതകൾ അച്ചടിച്ചു വന്ന സ്വപ്നം എന്ന പേര് ഉറക്കെ പ്രകാശിക്കുന്ന മാഗസിൻ്റെ പുതിയ കോപ്പിയായിരുന്നത്. അവൻ ഇതുവരെ കുട്ടിക്കളി എന്ന് വിളിച്ച് കളിയാക്കിയ അവളുടെ സർഗാത്മകതയുടെ തെളിവ്. ഞങ്ങൾ പോവുകയാണ് സൂരജ്. ഇനിയൊരിക്കലും ഈ തടവറയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയല്ല. മകളെയും ചേർത്ത് പിടിച്ച് അല്ലിയ വീടിൻ്റെ പടികൾ ഇറങ്ങി നടന്നു. തൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആധിപത്യങ്ങളെല്ലാം തച്ചുടച്ച് സ്വന്തം ആകാശത്തിലേക്ക് ചിറകടിച്ചുയർന്ന അല്ലിയെ നോക്കി ഒന്നും ചെയ്യാനാവാതെ തികച്ചും നിസ്സഹായനായി സൂരജ് അവിടെ തറഞ്ഞു നിന്നു. 5 വർഷങ്ങൾക്കിപ്പുറം 5 വർഷത്തെ കാലപ്രവാഹം പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിവെച്ചത്. എന്നാൽ ആ 5 വർഷങ്ങൾ അല്ലിയെ സംബന്ധിച്ച് ഒരു പുനർജന്മമായിരുന്നു. സ്വന്തം അസ്തിത്വവും ആത്മാഭിമാനവും തിരിച്ചറിഞ്ഞ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയുടെ പുനർജന്മം. സൂരജിൻ്റെ വീടിൻ്റെ പടികൾ ഇറങ്ങി പോരുമ്പോൾ അല്ലിയുടെ ഉള്ളിൽ ഭയമായിരുന്നു. മറിച്ച് താനും തൻ്റെ മകളും ഇനിയൊരു തടവറയിലും ജീവിക്കില്ലെന്ന ഉറച്ച തീരുമാനമായിരുന്നു. എന്നാൽ പുറത്തെ ലോകം അവൾക്കായി വിരിച്ചു വെച്ചത് ഒരു പൂമെത്തയായിരുന്നില്ല. അല്ലി വീട് വിട്ടിറങ്ങി സ്വന്തം തറവാട്ടിലെത്തിയപ്പോൾ അവിടെ അവളെ കാത്തിരുന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു. സൂരജും അവൻ്റെ കുടുംബവും അല്ലിയുടെ വീട്ടിലെത്തി വലിയ വഴക്കുകൾ ഉണ്ടാക്കി. അല്ലിയുടെ അമ്മയും ഏട്ടനും സൂരജിൻ്റെ ഭാഗത്താണ് നിലയുറപ്പിച്ചത്. അല്ലി, നീ കാണിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. പെണ്ണായ കുറച്ചൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും പഠിക്കണം. സൂരജ് നിന്നെ തല്ലിയിട്ടുണ്ടോ? മദ്യപിച്ച് വന്ന് ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദേശിക്കുന്നത് നിന്റെ നല്ലതിനല്ലേ? അല്പം അഹങ്കാരം കുറച്ച് നീ അവൻ്റെ കൂടെ തന്നെ തിരികെ പോകണം. അമ്മയുടെ സ്വരത്തിൽ ശാസനയായിരുന്നു. എനിക്കങ്ങോട്ട് തിരിച്ചു പോകാൻ കഴിയില്ല അമ്മേ. എനിക്ക് ജീവിക്കണം. എൻ്റെ മകളെ ഒരു മനുഷ്യനായി വളർത്തണം. അവിടെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടുകയാണ്. അല്ലി കണ്ണീരോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ അവരോട് പറഞ്ഞു. സൂരജ് വീണ്ടും വീണ്ടും സമ്മർദ്ദം ചെലുത്തി. അവൻ സൗമ്യതയുടെ മുഖംമൂടി അണിഞ്ഞ അല്ലിയുടെ വീട്ടുകാരുടെ മുന്നിൽ വീണ്ടും നന്മമരമായി അഭിനയിച്ചു. അതോടെ വീട്ടുകാരുടെ ദേഷ്യം ഇരട്ടിച്ചു. അവസാനം അല്ലിയുടെ ഏട്ടൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി താക്കീത് നൽകി. സൂരജിൻ്റെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് നീ വരണ്ട. നിനക്ക് ഇങ്ങനെ ഒരു അമ്മയും ഏട്ടനും ഒക്കെ ഉള്ള കാര്യം നീ അങ്ങ് മറന്നേക്ക്. ഈ വീടിൻ്റെ പടി ഇനി നീ കയറരുത്. സ്വന്തം ബന്ധങ്ങൾ പോലും തള്ളിപ്പറഞ്ഞ നിമിഷത്തിൽ അല്ലിയുടെ ഉള്ളിൽ എന്തോ ഒന്ന് തകർന്നു വീണു. എങ്കിലും അവൾ തളർന്നില്ല. ഒരു തുള്ളി കണ്ണീർ പോലും പുറത്തു കാണിക്കാതെ ഒരു വയസ്സുള്ള താരമോളെയും നെഞ്ചോട് ചേർത്ത് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. അനുവിൻ്റെ സഹായത്തോടെ നഗരത്തിൻ്റെ ഒരു കോണിൽ ഒരു ചെറിയ വാടക വീട് അവൾ സംഘടിപ്പിച്ചു. ആ നിമിഷം മുതൽ അല്ലിയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുകയായിരുന്നു.
അല്ലി പൂർണ്ണമായും തൻ്റെ എഴുത്തിൻ്റെയും സർഗാത്മകതയുടെയും ലോകത്തേക്ക് ഊളിയിട്ടു. സ്വപ്നം എന്ന തൂലികാനാമത്തിൽ പുറത്തു വന്ന അവളുടെ നോവലുകളെയും കവിതകളെയും വായനക്കാർ നെഞ്ചിലേറ്റി. പുസ്തകങ്ങളിൽ നിന്നുള്ള റോയാലിറ്റിയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള വരുമാനവും അവൾക്ക് സാമ്പത്തിക ഭദ്രത നൽകി. എന്നാൽ എഴുത്തിൽ മാത്രം അവൾ ഒതുങ്ങി നിന്നില്ല. ചെറുപ്പം മുതൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റിച്ചിങ്ങിലേക്കും ജ്വല്ലറി ഡിസൈനിലേക്കും അവൾ ഇറങ്ങിത്തിരിച്ചു. അല്ലി രൂപകൽപ്പന ചെയ്ത ആഭരണങ്ങളുടെ ഡിസൈനുകൾക്ക് വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ടായി. ഫാഷൻ ബോട്ടിക്കുകൾക്കായി അവൾ തുന്നിക്കൊടുത്ത വസ്ത്രങ്ങൾ തരംഗമായി മാറി. ചുരുക്കത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്നൊരു മാന്ത്രിക സ്പർശമായിരുന്നു അല്ലിയുടേത്. സ്വന്തം അധ്വാനം കൊണ്ട് ഒരു കൊച്ചു വീടും ചെറിയൊരു കാറും അവൾ സ്വന്തമാക്കി. തൻ്റെ മകൾ താരമോളെ വളർത്തുന്ന കാര്യത്തിൽ അല്ലി പ്രത്യേകം ശ്രദ്ധ പുലർത്തി. സൂരജ് തന്നോട് ചെയ്തതുപോലെ തൻ്റെ തീരുമാനങ്ങളോ ഇഷ്ടങ്ങളോ ഒരു നിമിഷം പോലും അവൾ മകളിൽ അടിച്ചേൽപ്പിച്ചില്ല. കുഞ്ഞിൻ്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾക്ക് അവൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അമ്മയുടെയും സ്നേഹവും സ്വാതന്ത്ര്യവും ശ്വസിച്ച് താരമോൾ ആത്മവിശ്വാസമുള്ള പ്രസരിപ്പുള്ള ഒരു മിടുക്കിക്കുട്ടിയായി വളർന്നു. അതേസമയം അല്ലി തന്നിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പായപ്പോൾ സൂരജിൻ്റെ നാർസിസിസ്റ്റ് അഹങ്കാരത്തിന് വലിയൊരു ക്ഷതമേറ്റു. തന്നോട് തോൽക്കാൻ തയ്യാറാവാത്ത വിധം അവൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറെടുത്തു. തൻ്റെ എല്ലാ ശാസനകളും ഉപദേശങ്ങളും തലകുനിച്ചനുസരിക്കുന്ന പഴയ അല്ലിയെപ്പോലെ തണലിൽ ഒതുങ്ങുന്ന ഒരു പെണ്ണിനെയായിരിക്കും അവൻ തിരയുക എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ തൻ്റെ പണവും പദവിയും കാണിച്ച് അവൻ വിവാഹം കഴിച്ചത് മാളവിക എന്ന പെൺകുട്ടിയായിരുന്നു. വളരെ മോഡേണായ, അത്യന്തികം ആത്മവിശ്വാസമുള്ള, സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു IT ജീവനക്കാരിയായിരുന്നു മാളവിക. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ അല്ലിയേക്കാൾ സുന്ദരിയും ഗ്ലാമറസുമായ ഒരു ഭാര്യയെ കിട്ടിയതിൽ സൂരജിന് വലിയ അഹങ്കാരമായിരുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ അവൻ മാളവികയെയും കൊണ്ട് പ്രൗഢിയോടെ നടന്നു. പക്ഷേ ആ അഹങ്കാരം അധികം നാൾ നീണ്ടു നിന്നില്ല. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ സൂരജ് തൻ്റെ പഴയ ഉപദേശ ശൈലി മാളവികയ്ക്ക് നേരെ പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയാണ് സൂരജിന് വൻ തെറ്റുപറ്റിയത്. മാളവിക ഒരിക്കലും അല്ലിയായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്ന മാളവികയോട് സൂരജ് തൻ്റെ പതിവ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു, മാളവിക, പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതിലും നല്ലത് കുടുംബവും വീടും നോക്കി നടത്തുന്നതാണ്. താൻ ആ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. മാളവിക പതിയൊന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരിയിൽ പരിഹാസമായിരുന്നു. എൻ്റെ ഗ്രാജുവേഷനും എൻ്റെ കരിയറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് സൂരജ്. അത് ഉപേക്ഷിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അതിൽ തനിക്കൊരു കാര്യവുമില്ല. ഇനി മേനിൽ ഇത്തരം ഉപദേശങ്ങളുമായി എൻ്റെ മുന്നോട്ട് വരരുത്. മാളവിക വെട്ടി തുറന്നു പറഞ്ഞു. സൂരജ് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. താൻ പറഞ്ഞ വാക്കിന് മറുവാക്ക് പറയാൻ ഒരാളോ? അടുത്ത പ്രഹരം ശ്രീകുട്ടിക്കായിരുന്നു. കാറിൽ യാത്ര ചെയ്യാൻ നേരം പതിവ് പോലെ ശ്രീകുട്ടി മുന്നിലെ സീറ്റ് തുറന്ന് കയറാനാഞ്ഞു. ശ്രീകുട്ടി, പുറകിലേക്ക് കയറിയിരിക്കുക, ഫ്രണ്ട് സീറ്റ് എനിക്കുള്ളതാണ്. മാളവിക വണ്ടി തുറന്ന് കയറിക്കൊണ്ട് വളരെ തണുപ്പം മട്ടിൽ പറഞ്ഞു. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് മുന്നിൽ ഇരുന്നില്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരും. ശ്രീകുട്ടി പരാതി പറഞ്ഞു. എന്നാൽ ഒരു അവോമിൻ ഗുളിക കഴിച്ച് പുറകിലിരിക്കുക, അത്രേ ഉള്ളു വഴി. മാളവിക ഒട്ടും വിട്ടുകൊടുത്തില്ല. സൂരജ് ഇടപെടാൻ ശ്രമിച്ചു. മാളവിക, അവൾക്ക് ചെറുപ്പം മുതലേയുള്ള ശീലമാണത്. തൻ്റെ വീട്ടുശീലങ്ങൾ തൻ്റെ വീട്ടിൽ വെച്ചാൽ മതി സൂരജ്. എൻ്റെ കാറിലോ തൻ്റെ കാറിലോ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്കുള്ള സ്ഥാനം എനിക്കറിയാം. മാളവികയുടെ മറുപടിയിൽ മുന്നിൽ സൂരജിന് വാടക്കേണ്ടി വന്നു. ശ്രീകുട്ടി വല്ലാതെ മുഖം കറുപ്പിച്ച് പുറകിലെ സീറ്റിലേക്ക് കയറിയിരുന്നു. അവിടെയും തീർന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ശ്രീകുട്ടി ഹാളിൽ ഇരിക്കുമ്പോൾ മാളവികയോട് പറഞ്ഞു, ഏട്ടത്തി, എനിക്ക് നല്ല തലവേദനയുണ്ട്. എനിക്കൊരു സ്ട്രോങ് കോഫി ഉണ്ടാക്കി തരുമോ? മാളവിക ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. അടുക്കളയിൽ പാലും കാപ്പിപ്പൊടിയും ഇരിപ്പുണ്ട് ശ്രീകുട്ടി. എഴുന്നേറ്റ് പോയി ഉണ്ടാക്കി അങ്ങ് കുടിച്ചോ. നിനക്ക് കയ്യും കാലൊക്കെ സുഖമായിട്ടുണ്ടല്ലോ അല്ലേ? ഏട്ടാ, കണ്ടോ ഈ ഏട്ടത്തി പറയുന്നേ? ശ്രീകുട്ടി സൂരജിനോട് പരാതി പറഞ്ഞു. സൂരജ് ഗൗരവം നടിച്ചു. മാളവിക, അവൾക്ക് വയ്യാന്ന് പറയുമ്പോൾ താൻ ഒന്ന് സഹായിച്ചാൽ എന്താ? തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ താൻ പോയി ഉണ്ടാക്കി കൊടുക്കും സൂരജ്. ഞാൻ ഇവിടെ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ വീട്ടിൽ ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണം ഉണ്ടാക്കാനും സ്വന്തം പാത്രം കഴുകാനും വസ്ത്രങ്ങൾ അലക്കാനും ഒക്കെ അവനവൻ തന്നെ മുൻകൈ എടുക്കണം. ഞാൻ ഇവിടുത്തെ ശമ്പളം ഇല്ലാത്ത വേലക്കാരിയൊന്നുമല്ല. മാളവികയുടെ വാക്കുകൾ സൂരജിൻ്റെ നെഞ്ചിലേക്കാണ് തറഞ്ഞു കയറിയത്. തനിക്ക് വേണ്ട ഭക്ഷണം, തൻ്റെ വസ്ത്രങ്ങൾ എല്ലാം താൻ തന്നെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് സൂരജ് തള്ളപ്പെട്ടു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് സൂരജ് അടുക്കളയിൽ കയറി കാപ്പി ഉണ്ടാക്കുമ്പോൾ തൻ്റെ പഴയ ജീവിതം അവൻ ഓർത്തുപോയി. ഒരു വാക്കുപോലും തിരിച്ചു പറയാതെ തൻ്റെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു തന്നിരുന്ന അല്ലി. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ തൻ്റെ വിഷവാക്കുകൾ കേട്ട് ഉള്ളിൽ കരയുമ്പോഴും തനിക്ക് ചൂടുകാപ്പിയും അലക്കിയ ഷർട്ടുകളും കൃത്യസമയത്ത് എടുത്തു വെച്ച് തന്നിരുന്ന അല്ലിയുടെ മുഖം സൂരജിന് മനസ്സിലേക്ക് ഓടിയെത്തി.
താൻ നഷ്ടപ്പെടുത്തിയത് ഒരു പെണ്ണിനെയല്ല, മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ താളത്തെയായിരുന്നു എന്ന് സൂരജിന് പതുക്കെ മനസ്സിലായി തുടങ്ങി. താൻ കാണിച്ച അഹങ്കാരത്തിനും നാർസിസത്തിനും കാലം നൽകിയ കടുത്ത പ്രഹരമായിരുന്നു മാളവിക. മാറ്റങ്ങൾ അവിടെയും അവസാനിച്ചില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ശ്രീകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു. വലിയ ആഘോഷത്തോടെയാണ് സൂരജ് അനിയത്തിയുടെ വിവാഹം നടത്തിയത്. നല്ലൊരു കുടുംബത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ചെറുപ്പക്കാരനായിരുന്നു വരൻ. കല്യാണം കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയപ്പോൾ ശ്രീകുട്ടിക്ക് യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലായത്. അവിടെ അവളെ കാത്തിരുന്നത് അവളുടെ ഭർത്താവിൻ്റെ അനിയത്തിയായ നന്ദ എന്ന പെൺകുട്ടിയായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, ആ വീട്ടിലെ ഭർത്താവും നാത്തൂനും സൂരജിൻ്റെയും ശ്രീകുട്ടിയുടെയും അതേ സ്വഭാവക്കാരായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് കാപ്പിയും ഭക്ഷണവും ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ശ്രീകുട്ടിക്കായി. ഭർത്താവ് എപ്പോഴും പെങ്ങളുടെ ഭാഗം മാത്രമേ സംസാരിക്കൂ. ശ്രീ, അനിയത്തിക്ക് കുടിക്കാൻ ചൂടുവെള്ളം കൊടുക്കുക കേട്ടോ, അവൾക്ക് തലവേദനയാണ്. ശ്രീ, നിനക്ക് കുറച്ചും കൂടി അടുക്കും ചിട്ടയും ആയിക്കൂടെ? എൻ്റെ അനിയത്തി ചെയ്യുന്നത് കണ്ടുപഠിക്ക്. നീ ജോലിക്ക് പോവേണ്ടതില്ല, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടത്തിയാൽ മതി. ഒരു ദിവസം ആർത്തവവേദന കൊണ്ട് ശ്രീകുട്ടി തളർന്നു കിടന്നപ്പോൾ ഭർത്താവ് അടുത്ത് വന്ന് തണുപ്പം മട്ടിൽ പറഞ്ഞു, പീരിയഡ്സ് എന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതല്ലേ ശ്രീ, വെറുതെ നാടകം കളിക്കാതെ വല്ല മെഡിസിനും കഴിച്ച് എഴുന്നേറ്റ് പോയി അടുക്കളയിലെ ജോലികൾ തീർക്കാൻ നോക്ക്. അവിടെ പണികൾ കെട്ടിക്കിടക്കുകയാണ്. ആ വാക്കുകൾ കേട്ട ശ്രീകുട്ടി ഞെട്ടിത്തരിച്ചു പോയി. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഏട്ടൻ സൂരജ് വേദന കൊണ്ട് കിടന്നിരുന്ന അല്ലിയേട്ടത്തിയോട് ഇതേ വാക്കുകൾ പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അത് താൻ അതിനെ എതിർത്തില്ലെന്ന് മാത്രമല്ല, മനസ്സിൽ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതേ വാക്കുകൾ അതേ തണുപ്പമട്ടിൽ സ്വന്തം ഭർത്താവിൽ നിന്ന് കേട്ടപ്പോൾ ശ്രീകുട്ടിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. തങ്ങളും ഏട്ടനും ചേർന്ന് അല്ലിയേട്ടത്തിയോട് ചെയ്തത് എത്ര വലിയ നീതികേടായിരുന്നു. ഒരു വാക്കുപോലും എതിർത്ത് പറയാതെ തങ്ങളുടെ ശാസനകളും അവഗണനകളും സഹിച്ച് തങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത ആ പാവം പെൺകുട്ടി എത്രമാത്രം മാനസിക പീഡനത്തിലൂടെയായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. തങ്ങളത് സ്നേഹമാണെന്ന് നടിച്ചപ്പോൾ അത് അല്ലിയേട്ടത്തിയുടെ ആത്മാഭിമാനത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന മൂർച്ചയുള്ള കടാരയായിരുന്നു എന്ന് ശ്രീകുട്ടി തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി ശ്രീകുട്ടി മുറിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അല്ലിയേട്ടത്തി അനുഭവിച്ച മാനസിക വേദനയുടെ 1000-ലൊരു അംശം ഇന്ന് താൻ അനുഭവിച്ചു തീർക്കുകയാണ്. അതാണ് കാലത്തിൻ്റെ കാവ്യതീന്തി. 5 വർഷങ്ങൾക്ക് ശേഷം കൊച്ചി നഗരത്തിലെ പ്രമുഖമായ ഒരു കൺവെൻഷൻ സെൻറ്ററിലെ വലിയൊരു സാംസ്കാരിക സമ്മേളനം നടക്കുകയാണ്. സംസ്ഥാനത്തെ മികച്ച വനിതാ സംരംഭകർക്കുള്ള പുരസ്കാരവും ഈ വർഷത്തെ മികച്ച നോവലിനുള്ള സാഹിത്യ പുരസ്കാരവും സമ്മാനിക്കുന്ന ചടങ്ങായിരുന്നു അത്. സദസ്സിൽ വൻ ജനത്തിരക്കായിരുന്നു. ലൈറ്റുകളുടെയും ക്യാമറകളുടെയും വെളിച്ചത്തിൽ വേദി തിളങ്ങി നിന്നു. അവതാരക മൈക്കിലൂടെ പ്രഖ്യാപിച്ചു, ഈ വർഷത്തെ മികച്ച വനിതാ സംരംഭകർക്കുള്ള പുരസ്കാരം അഗ്നിച്ചിറകുകൾ തുന്നിയ പെൺകുട്ടി എന്ന ജനപ്രിയ നോവലിലൂടെ മികച്ച എഴുത്തുകാരിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്വപ്നം എന്ന അല്ലി. കയ്യടിക്കുള്ള വൻ മുഴക്കത്തോടെയാണ് അല്ലി നടന്നു കയറിയത്. നേവി ബ്ലൂ കളർ സാരിയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അല്ലി വേദിയിലെത്തി. അവളുടെ കൂടെ താരമോളുണ്ടായിരുന്നു. മനോഹരമായ ഉടുപ്പണിഞ്ഞ് അമ്മയുടെ കൈപിടിച്ച് ഒരു കുഞ്ഞു മാലാഖയെ പോലെ താരമോൾ വേദിയിൽ നിന്നു. മുഖ്യാതിഥിയിൽ നിന്നും അല്ലി പുരസ്കാരം ഏറ്റുവാങ്ങി. സദസ്സിൻ്റെ ഒരു കോണിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ സൂരജ് നിന്നിരുന്നു. മാളവികയുടെ കൂടെ ഒരു ഷോപ്പിംഗ് വന്ന വഴിയിൽ അല്ലിയുടെ ഫ്ലെക്സ് ബോർഡ് കണ്ട് അറിയാതെ കയറി വന്നതായിരുന്നു അവൻ. വേദിയിൽ തിളങ്ങി നിൽക്കുന്ന അല്ലിയെ അവൻ അത്ഭുതത്തോടെയും അതോടൊപ്പം കടുത്ത മാനസിക വേദനയോടെയും നോക്കി നിന്നുപോയി. താൻ പണ്ട് നിനക്ക് എഴുതാൻ കഴിവില്ല, നിന്റെ സെലക്ഷൻ മോശമാണ്, നീ തടിസിയാണ്, നിനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് തല്ലിക്കെടുത്താൻ നോക്കിയ അതേ പെണ്ണാണ് ഇന്ന് ആയിരങ്ങളുടെ മുന്നിൽ നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുന്നത്. അവളുടെ മുഖത്ത് പണ്ട് കണ്ടിരുന്ന ഭയമോ വെപ്രാളമോ ഇല്ല. പകരം ശാന്തവും ശക്തവുമായ ആത്മവിശ്വാസം മാത്രം. സദസ്സിലിരുന്ന അല്ലിയുടെ വീട്ടുകാർ അവളുടെ അമ്മയും ഏട്ടനും ഇന്ന് അവളോട് അടുക്കാൻ കഴിയാതെ നാണക്കേടോടെയും കുറ്റബോധത്തോടെയും തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. തങ്ങൾ തള്ളിപ്പറഞ്ഞ മകൾ ഇന്ന് ലോകത്തിന് മുന്നിൽ സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നു. മൈക്കിന് മുന്നിലേക്ക് വന്ന അല്ലി തൻ്റെ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. ഈ പുരസ്കാരം ഞാൻ സമർപ്പിക്കുന്നത് സ്വന്തം ആകാശങ്ങൾ നഷ്ടപ്പെട്ട് 4 ചുവരുകൾക്കുള്ളിൽ ഉപദേശങ്ങളുടെയും ആധിപത്യങ്ങളുടെയും തടവറയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്കാണ്. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവരോട് വഴക്കിടാൻ പോകരുത്. പകരം സ്വന്തം ചിറകുകൾ തിരിച്ചറിഞ്ഞ് ഉയരങ്ങളിലേക്ക് പറക്കുക. നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ മറുപടി നമ്മൾ സന്തോഷത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിച്ചു കാണിക്കുക എന്നത് മാത്രമാണ്. അല്ലിയുടെ വാക്കുകൾ അവസാനിച്ചപ്പോൾ കൺവെൻഷൻ സെൻറ്റർ കയ്യടികൾ കൊണ്ട് മുഖരിതമായി.
അല്ലി തൻ്റെ മകളുടെ കൈ പിടിച്ച് വേദിയിൽ നിന്നും താഴേക്കിറങ്ങി. ജനക്കൂട്ടത്തിനിടയിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ദൂരെ നിസ്സഹായനായി നിൽക്കുന്ന സൂരജിന് നേരെ നീണ്ടു. പക്ഷേ ആ കണ്ണുകളിൽ ദേഷ്യമോ പകയോ പവിത്രമായ സ്നേഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം തീർത്തും അപരിചിതനായ ഒരു മനുഷ്യനെ നോക്കുന്ന തണുപ്പൻ മൗനം മാത്രം. സൂരജിനെ കടന്ന് തൻ്റെ സ്വന്തം ആകാശത്തേക്ക് മകളോടൊപ്പം അല്ലി തികഞ്ഞ അഭിമാനത്തോടെ നടന്നു നീങ്ങി. തൻ്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ആധിപത്യങ്ങളെല്ലാം തച്ചുടച്ച് സ്വന്തം പ്രകാശത്തിൽ ചിറകടിച്ചുയരുന്ന ആ രാജഹംസത്തെ നോക്കി താൻ ചെയ്ത തെറ്റുകളുടെ ഓർമ്മയിൽ നീറിപ്പുകഞ്ഞ് തികച്ചും നിസ്സഹായനായി സൂരജ് അവിടെ തടഞ്ഞു നിന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ലൈക്കുകൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. താങ്ക് യു.